ശേഷമാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുക കൊടുത്തോ ചോദിച്ചിട്ട്. എന്തായാലും ഇപ്പോൾ ഒരാൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ, അതൊക്കെ ശരിയാണ്. എന്നാലും ആവശ്യമില്ലവരും തപ്പി നടക്കണവരും നല്ലൊരു വണ്ടിയാണ്. വർക്കോ കാര്യങ്ങളോ യാതൊന്നും പെൻഡിങ് ഇല്ല. എടുക്കേണ്ടവർക്ക് സുന്ദരമായിട്ട് ഗാരേജിന്റെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ എൻക്വയറീസിൽ ഒരു കളറാണ് ബ്ലാക്ക് ജീപ്പ്. ബ്ലാക്ക് കളർ ഉണ്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്. സ്റ്റോക്ക് വണ്ടി കാണുമ്പോൾ നമുക്ക് അതിൽ ബ്ലാക്ക് പെയിന്റ് അടിക്കാൻ എത്ര ആവും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആൾക്കാർക്കാണ് നമ്മൾ അടിപൊളി നല്ല വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലൊരു കിടിലം ജീപ്പ് കൊടുത്തിട്ടുണ്ട്. 95 മോഡലാണ്. DA എഞ്ചിന് വരില്ല, MDI ഗിയർ ബോക്സ് വരുന്ന 95 മോഡൽ, 2028 ലാസ്റ്റ് വരെ ഫിറ്റ്നസ്സും, പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, എല്ലാ പേപ്പറും ക്ലിയർ, ഫുൾ ഓക്കെ. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ടതുണ്ട്. കസ്റ്റമർ ഫുള്ള് വർക്ക് എടുത്തൊരു വണ്ടിയാണിത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പുതിയ പെയിന്റ്, ബോഡി വർക്ക് പുതിയതായിട്ട് ചെയ്തതാണ്, പുതിയ പെയിന്റിങ്, പുതിയ വുഡ് കാര്യങ്ങൾ, നിങ്ങൾക്ക് വുഡ് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന്. അത്രയും നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്ത വുഡ് കാര്യങ്ങൾ. ഉൾഭാഗത്തൊക്കെ ഇന്നർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ സ്വിച്ചും കാര്യങ്ങളും സ്റ്റീരിങ്ങും കാര്യങ്ങളും ഉൾഭാഗമൊക്കെ നല്ല ക്വാളിറ്റി തന്നെ. ഒരു കുഴപ്പമില്ല, ഒരു പെയിന്റ് ടച്ച് ചെയ്യാനോ ഒന്നും യാതൊരു വർക്കോ കാര്യങ്ങളോ പെൻഡിങ് ഇല്ല. അത്രയും ക്വാളിറ്റി വുഡൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ടയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 80% ടയറും കാര്യങ്ങളുണ്ട്. നല്ല ബലൂൺ ടയറാണ് വരുന്നത്. സോക്കാപ്സർ ചെയ്തിരിക്കണേ. പിന്നെ സൈലൻസർ പുതിയതാണ്, ഡീസൽ ടാങ്ക് പുതിയതാണ്, ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയതാണ്. പിന്നെ മുൻഭാഗത്തേക്ക് വരികയാണിതാ, ഇവിടെ ഗ്ലാസ് ഫ്രെയിമിൻ്റെ അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED. പിന്നെ സാധാ ഹെഡ്ലൈറ്റ് ഒക്കെ സാധാ ലൈറ്റാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല ലുക്ക്, ഓണ് കാര്യങ്ങൾ ഫ്രണ്ട് നോക്കിയാൽ തന്നെ അറിയാം ഈ ബ്ലാക്കിൻ്റെ ഒരു രസം എത്രത്തോളം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ യാതൊരു വർക്കോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ മേജറിൻ്റെ ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കത്തെ സീറ്റൊക്കെ നമ്മൾ പുത്തൻ സീറ്റ് മേടിച്ചു കൊടുന്ന് ഫിറ്റാക്കി സെറ്റാക്കിയതാണ്. ടയർ, സ്റ്റെപ്പിന് കാര്യങ്ങൾ എല്ലാം കൊണ്ടും അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേണമെങ്കിൽ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പുതിയ ബാറ്ററി, പുത്തൻ ബാറ്ററി, എല്ലാം ഇലക്ട്രിക് വർക്ക് പുതിയത് എടുത്താണ്, മെക്കാനിക് പുതിയ എടുത്താണ്, ക്ലച്ച് ഡിസ്ക് മാറിയിരിക്കണം, ഫുള്ള്. ഞാൻ പറഞ്ഞില്ലേ, പറയാൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത് കൂടുകയും ഇത് കണ്ട് ഒരുപാട് കുറക്കണം. ഞാൻ സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ന്യൂട്രൽ സ്റ്റാർട്ടിങ് ഒക്കെ ഒറ്റയടിക്കാണ്ട്. ഇനി വേണമെങ്കിൽ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ റൂം ഒന്നും നോക്കല്ലോ, ഒന്ന് വൃത്തിയാക്കി കഴുകേണ്ട ആവശ്യമുള്ളൂ. ഫുള്ള് സെറ്റാണ് വണ്ടി. അപ്പോളേ നല്ല വണ്ടികൾ വരുമ്പോൾ നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് വിളിച്ചോളിയും, പെട്ടെന്ന് അഡ്വാൻസ് ചെയ്തോളിയും, ബാക്കിയൊക്കെ ഓക്കെ ആക്കിക്കോളിയും. നമ്മൾ സെയിലായതിനു ശേഷമാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുക കൊടുത്തോ ചോദിച്ചിട്ട്. എന്തായാലും ഇപ്പോൾ ഒരാൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ, അതൊക്കെ ശരിയാണ്. എന്നാലും ആവശ്യമില്ലവരും തപ്പി നടക്കണവരും നല്ലൊരു വണ്ടിയാണ്. വർക്കോ കാര്യങ്ങളോ യാതൊന്നും പെൻഡിങ് ഇല്ല. എടുക്കേണ്ടവർക്ക് സുന്ദരമായിട്ട് ഉപയോഗിച്ച് കൊണ്ടുനടക്കുക, ഒരു കുഴപ്പമില്ല. അത്രയും ഗ്യാരണ്ടിയിൽ പറയാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഗാരേജിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്, ജോബ് വേക്കൻസി. മെക്കാനിക്കിന്, ജീപ്പിന്റെ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ നല്ല മെക്കാനിക്കാരുണ്ടെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പം നല്ല ആൾക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളിയും. പിന്നെ അതേമാതിരി പോളിഷിങ്, പെയിന്റിങ്, ഇലക്ട്രീഷ്യന്മാർ ഒക്കെ ഒരുപാട് ജോബ് വേക്കൻസി ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് വിളിച്ചോളിയും. പിന്നെ ജീപ്പ് സംബന്ധമായിട്ടോ വർക്ക് സംബന്ധമായിട്ടോ ഏത് വണ്ടി ആയിക്കോട്ടെ, പെയിന്റിങ് വർക്ക് കാര്യങ്ങൾ സെയിൽസിനില്ലായിക്കോട്ടെ, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, വിവരങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.